ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഒരു വ്യാപകമായ സംഘർഷ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഇന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ് തല്ല് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തീർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ആ നിലയിലാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്? കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ അജിമോൻ? ഒരു യൂത്ത് കോൺഗ്രസ് പെർസ്പെക്റ്റീവിൽ എന്താണ് താങ്കൾ കരുതുന്നത്? അല്ല, ശ്രീ നികേഷ് കുമാർ, ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ഒരു അക്രമ രാഷ്ട്രീയത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടുകളും ഒരു കാലത്തും കോൺഗ്രസോ കോൺഗ്രസിന്റെ യുവജന പ്രസ്ഥാനങ്ങളോ കൈക്കൊണ്ടിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സാഹചര്യം നിങ്ങൾക്കറിയാം. ഞങ്ങൾ നിലനിൽപ്പിനായിട്ട്, അതായത് ഞങ്ങളെ അങ്ങ് കല്യാശ്ശേരിയിൽ നിന്ന് തുടങ്ങി ഞങ്ങളുടെ പ്രവർത്തകര്, ഞാനടക്കമുള്ള പ്രവർത്തകർ ഞങ്ങളുടെ മൗലിക അവകാശം വിനിയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധം ഉൾക്കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുമ്പോൾ ആ പ്രതിഷേധം അറിയിക്കാനുള്ള ഞങ്ങളുടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യം പോലും ഹനിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ യാത്ര നടത്തുന്നത്, ഈ ധൂർത്ത് യാത്ര നടത്തുന്നത്. ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവസരമൊരുക്കാതെ കരുതൽ തടങ്കൽ എന്ന പേരിൽ ഞങ്ങളെ മാത്രം മാറ്റി നിർത്തുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കാണും, യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു സംഘം അവിടെ കുറുവടിയുമായി നിന്നപ്പോൾ പോലും അവരെ യാതൊരു തരത്തിലും കാരണം പറഞ്ഞ്, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ്, അല്ലെങ്കിൽ അത് ആക്രമിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അവരെ കരുതൽ തടങ്കൽ വെക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല. അപ്പോൾ ഇവിടെ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ KSU നേരിടുന്നത് ഒരു വലിയ പ്രശ്നം. ഞങ്ങൾ പിണറായി വിജയന്റെ പോലീസിന്റെ ആക്രമണം നേരിടണം, അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടാ സംഘത്തെ, ഈ ഡിവൈഎഫ്ഐക്കാർ മുഴുവൻ പേരും കുഴപ്പക്കാരാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ഡിവൈഎഫ്ഐയിലെ ഒരു സംഘം ചെറുപ്പക്കാർക്ക് കൃത്യമായ ബാക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഞങ്ങളെ ആക്രമിച്ച്, ഞങ്ങളുടെ നിലപാടുകൾ ആക്രമണത്തിലൂടെ ഇല്ലാതാകില്ല എന്ന് നിങ്ങൾ ഇല്ലാതാകുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. പക്ഷേ ഞങ്ങളെ ആക്രമിക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ ആക്രമണത്തെ ഞങ്ങൾ ചെറുക്കണം. പോലീസിലെ താങ്കൾക്ക് രണ്ട് കാലുകളും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ താങ്കൾ എന്തായാലും ഇന്ന് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കഴിങ്കൊടി കാണിക്കാൻ പോകുന്നു. താങ്കളെ പോലീസ് പിടിച്ചു മാറ്റുന്ന ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐക്കാർ വന്ന് പുറകെ നിന്ന് ചവിട്ടുന്നത്. കേരളം അതിനെ അപലപിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കാട്ടാക്കടയിൽ കണ്ട എന്താണ്? മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ബസ് വഴിയിൽ തടയാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രി ആയിക്കോട്ടെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് വാഹനത്തിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരെ പിടിച്ചു മാറ്റുന്ന ജീവൻ രക്ഷാമാർഗമാണ് ഡിവൈഎഫ്ഐക്കാർ അവലംബിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ഇന്ന് കാട്ടാക്കടയിൽ വാഹനങ്ങൾ നടുവിൽ നിന്ന് തടയാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ശ്രമിച്ചിട്ടുള്ളത്. അതൊരു അഭികാമ്യമായ സമരം തന്നെയാണോ അജിമോൻ? അല്ല, ശ്രീ നികേഷ് കുമാർ, താങ്കൾ പറഞ്ഞു എന്റെ കാര്യത്തിൽ കേരളം അതിനെ അപലപിച്ചു എന്ന് പറയുന്നു. കേരളം അതിനെ അപലപിച്ചു എന്ന് പറയുമ്പോൾ ഈ ഭരണമുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആരൊക്കെ ഇതിനെ അപലപിച്ചു? LDF കൺവീനറുടെ വാക്കുകൾ നിങ്ങൾ കേട്ടതാണ്. LDF കൺവീനർ വളരെ നികൃഷ്ടമായിട്ടാണ് ഇതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം നമ്മൾ ഭരണതലത്തിൽ നിന്ന് പോലും ഒഴിവാക്കിയ പദപ്രയോഗം നടത്തിയിട്ടാണ് ഭിന്നശേഷിത്വം അനുഭവിക്കുന്ന ഞാനടക്കമുള്ള സഹോദരങ്ങളെ വളരെ നികൃഷ്ടമായ രീതിയിൽ പ്രതികരിക്കുന്നു. ഭിന്നശേഷിത്വം അനുഭവിക്കുന്നവർക്ക് ഈ നാട്ടിൽ പ്രതികരിക്കാനും ഈ നാട്ടിൽ സംഘടനാ പ്രവർത്തനം നടത്താനും അവകാശമില്ലേ? ഞങ്ങൾക്കും അവകാശമുണ്ട്. ഞാൻ കഴിഞ്ഞ 14 വർഷത്തിലധികമായി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി, അതുപോലെ അതിനു മുമ്പ് KSUവിന്റെ ഭാഗമായി നിന്നൊരു വ്യക്തിയാണ്. ഈ പ്രാദേശികമായി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഞാൻ ആദ്യമായിട്ടല്ല ഒരു സമര രംഗത്തേക്ക് വരുന്നത്. എന്റെ ഭിന്നശേഷിത്വം കൊണ്ട് ഞാനൊരു സിമ്പതിയുടെ പുറത്തല്ല ഞാൻ അവിടേക്ക് എത്തിച്ചേർന്നത്. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ അവസരങ്ങളിലും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ പ്രഖ്യാപിക്കുന്ന എല്ലാ സമരങ്ങളിലും പങ്കെടുക്കാറുള്ള ഒരാളാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകരെ അവിടെ കായംകുളത്ത് നടന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ സഹപ്രവർത്തകർ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ മർദ്ദിക്കുക. അവിടെ കേരളത്തിന്റെ ക്രമസമാധാനം നിലനിർത്താൻ, പാലിക്കപ്പെടുവാൻ ഇവിടെ പോലീസ് സംവിധാനമുള്ളപ്പോൾ ഈ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ അഴിച്ചുവിട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെതിരെയും വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല? ഈ നമ്മുടെ കേരള സംസ്ഥാനം ഇപ്പോഴും ജനാധിപത്യത്തിന് അധിഷ്ഠിതമായി അല്ലേ മുന്നോട്ട് പോകുന്നത്? ആ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതികരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹനം ഞങ്ങൾ തടഞ്ഞു നിർത്തുന്നു. നവകേരള സദസ്സിന് എതിരായ നിലപാട് എന്തുകൊണ്ട് UDF സ്വീകരിക്കുന്നു എന്നുള്ള തുടർച്ചയായിട്ടുള്ള ചോദ്യം ഭരണപക്ഷത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ഒരു വിശാലമായ ചോദ്യമായി പോകും. അതുകൊണ്ട് അത് വേണോ ഈ ഘട്ടത്തിൽ എന്ന് ഞാൻ ആവർത്തിച്ച് ആലോചിക്കുകയായിരുന്നു. ഏതായാലും ഞാൻ ചോദിക്കാം. നോക്കൂ, നവകേരള സദസ്സിന് ബദലായിട്ടാണ് പ്രതിപക്ഷം UDF വിചാരണ സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ വിചാരണ സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ തന്നെ ശ്രീ അജിമൻ കണ്ടലൂർ
നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾ എന്താ തീരുമാനിക്കുന്നതെന്ന് അറിയാമോ? നവകേരള സദസ്സിന് എത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്നോ അത്ര തന്നെ പ്രാധാന്യം വിചാരണ സദസ്സിനും കൊടുക്കണമെന്നാണ്. പക്ഷേ ഈ കഴിഞ്ഞ 140 മണ്ഡലങ്ങളിൽ നിങ്ങൾ വിചാരണ സദസ്സ് പൂർത്തിയാക്കിയെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഫുട്ടേജ് വാർത്ത കൊടുക്കാൻ പോലുമുള്ള ഒരു ഗൗരവമുള്ള പരിപാടിയായി അത് മാറിയിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി പോലുള്ള UDF നേതാക്കൾ പറഞ്ഞ എന്താണ്, ഞങ്ങൾ നവകേരള സദസ്സിനെതിരല്ല, ഞങ്ങളൊരു ബദൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്, അതാണ് വിചാരണ സദസ്സ്. ഞങ്ങൾ വിചാരണ സദസ്സ് വിജയകരമാക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്, ഞങ്ങൾ കരിങ്കൊടി കാണിക്കാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നീട് സ്വാഭാവികമായിട്ടും അതിനകത്ത് ചിലപ്പോൾ അക്രമ സംഭവങ്ങളുണ്ടാവും, കരിങ്കൊടി കാണിക്കേണ്ട അവസ്ഥ നിങ്ങളിൽ സംജാതമായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ പരിപാടി പൊളിഞ്ഞു പോയി. ശ്രീ അജിമോൻ കണ്ടല്ലൂർ, എന്തുകൊണ്ട് ഒരു സംഘടന നടത്തുന്ന പരിപാടി അല്ലെങ്കിൽ ഒരു മുന്നണി നടത്തുന്ന പരിപാടി പൊളിഞ്ഞു പോയാൽ അത് എന്തുകൊണ്ട് പൊളിഞ്ഞു പോയി എന്നൊരു വിശകലനം നടത്തില്ലേ, ഒരു ആത്മപരിശോധന നടത്തില്ലേ? നടത്തിയിട്ടുണ്ടോ? പകരം എന്താണ് ചെയ്യുന്നത്? സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയുടെ പിന്നാലെ പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു പരാജയമല്ലേ? നികേഷ് കുമാർ, താങ്കൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ പരാജയമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടെ മാധ്യമങ്ങൾ അടക്കം നടത്തുന്ന വലിയൊരു ഗൂഢാലോചനയുണ്ട്. അത് ഈ സർക്കാരിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ സദസ്സിന്, കുറ്റവിചാരണ സദസ്സിന് എത്ര പ്രാധാന്യം നിങ്ങൾ നൽകുന്നുണ്ട്? നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? കുറ്റവിചാരണ സദസ്സിനെ നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കുറ്റവിചാരണ സദസ്സിനെ ഡീഗ്രേഡ് ചെയ്യുകയും അതാകും ഡീഗ്രേഡ് ആവുക. അതായത് ആ കുറ്റവിചാരണ സദസ്സിന്റെ ഫുട്ടേജ് കൊടുത്തു പോയാൽ അത് UDFന് മാനക്കേട് ഉണ്ടാകും. കാരണം ആ കുറ്റവിചാരണ സദസ്സിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ 2 കൈവിരലിലും എണ്ണാവുന്നതോ അല്ലെങ്കിൽ 2 കൈവിരലോ 2 കാൽവിരലിലോ എണ്ണാവുന്ന അത്രയും ആൾക്കാരെ പങ്കെടുത്തതായി കണ്ടിട്ടുള്ളൂ. ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ട ദൃശ്യങ്ങൾ പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ മണ്ഡലത്തിലെ കുറ്റവിചാരണ സദസ്സിലെ ആൾക്കൂട്ടാണ്. എത്ര ആളുണ്ടാവും? ഒരു 50 പേരുണ്ടാവും. നിങ്ങൾ ഒരു സദസ്സിൽ പ്രോഗ്രാം കഴിയുന്ന സമയത്ത്, ഞാൻ കഴിഞ്ഞ കുറെ നാളുകൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്, ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ആ പ്രോഗ്രാം ഏകദേശം കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് വിഷ്വലുകളാണ് നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഹരിപ്പാട് പ്രോഗ്രാം നടന്നില്ലേ? ഹരിപ്പാട് നടന്ന പ്രോഗ്രാമിലെ ജനപങ്കാളിത്തം with MV Nikesh Kumar.